மிகப்பெரிய ஒரு கைத்தட்டல் அவங்களுக்காக கொடுக்கலாம். ஆனா அதுக்கப்புறம் நம்ம எவ்வளவு சம்பாதிக்கணும் எல்லாம் அவங்க சொல்லி கொடுத்துருக்கு. ஆனா அதுல உள்ள இருக்கிற டெப்த் இருக்கு இல்லையா, அப்படி சார் சொல்லுவாங்க, இன்னரோட மெசேஜ் அப்படிதான் சொல்லுவோம். எனக்கு வந்து இந்த டிசம்பர் மாசம் லாஸ்ட் இவங்க உன்னி சாரு, ரஞ்சித், ஜேபி சாரு இவங்களெல்லாம் வந்து எனக்கு சொல்லி കൊടുത്തത്. ഡിസംബർ ലാസ്റ്റ് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, ഡിസംബർ ലാസ്റ്റ് ജോയിൻ ചെയ്തു. ഇതിന്റെ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം, എത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്ലാൻ ഏറ്റെടുത്ത് വൺ വീക്ക് കഴിഞ്ഞ ശേഷമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ ലെവലിൽ കറക്റ്റായിട്ടുള്ള 65% പ്ലാനിങ്ങും 35% വർക്കുമാണ് ഞാൻ നടത്താറ്. 65% ഞാൻ പ്ലാൻ ചെയ്യും, അതിനുശേഷം ഒരു 35% വർക്ക് ചെയ്യും. ഓക്കെ, അതിലൂടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനത് എൻ്റെ ഐഡിയയിലേക്ക് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെ பொறுத்த வரைக்கும் நான் இதுல படிச்ச விஷயம் உங்களுக்கு கத்துத்தரேன். ஓகே, அதோட டெப்த் எவ்வளோ, எப்படி என்ன இருக்குது, உள்ள எவ்வளோ இருக்கு, எவ்வளோ நம்ம வந்து நம்ம நீட்ஸுக்கு எவ்வளோ சம்பாதிக்கலாம், அது வந்து உங்களை பொறுத்த வரைக்கும் உங்க நீட்ஸ் எவ்வளோ இருக்கு, உங்களுக்கு எவ்வளோ வேணாலும் சம்பாதிக்கலாம். ஓகே, நம்மளோட ஏற்றுள்ளி ஒரு நம்ம பெரிய லெவலான கால்குலேஷன் போடலாம். ஆனா அவ்வளோ ஒன்றும் இல்லாத கம்மி இதுல கால்குலேஷன் பண்ணி அச்சீவ் பண்றது எவ்வளோ நம்ம அச்சீவ் பண்ணலாம், அது கூட நம்ம இது കാൽക്കുലേഷൻ பண்ணலாம். ഓക്കെ, നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ സമ്പാദിക്കാം. നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഓരോരുത്തർക്കും ആവശ്യം അനുസരിച്ചിട്ട്. അത് സുരേഷ് സാർ ഇവിടെ നമ്മുടെ ഡ്രീംസ് പറഞ്ഞു, വീട് വേണം, കാറ് വേണം, അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ളവരുടെ മാരേജ് വിഷയം, എഡ്യൂക്കേഷൻ വിഷയം, ഇതെല്ലാത്തിനും ആവശ്യം എന്താ? പണം. അതല്ലാമേ നഗ, സ്വർണം, ഇതെല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ ഇന്ന് തന്നിരിക്കുന്ന നോട്ട്സ് ഫയലോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോരുത്തർക്കും എത്ര വേണം എന്നുള്ളത്. ഇവിടെ അതിനനുസരിച്ച് സമ്പാദിക്കാനുള്ള ചാൻസ് 7 യൂണിവേഴ്സിലുണ്ട്. അത് എത്ര സമയം കൊണ്ട് വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 മാസം കൊണ്ടെടുക്കാം, 6 മാസം കൊണ്ടെടുക്കാം, 1 വർഷം കൊണ്ടെടുക്കാം, 2 വർഷം എടുക്കാം, എല്ലാം നിങ്ങളുടെ ശ്രദ്ധിച്ചു. ഓക്കെ, ഞാൻ മിനിമം 1 വർഷത്തിലുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. உங்களை பொறுத்த வரைக்கும் உங்களோட வண்டியல்ல எவ்வளவு சம்பாதிக்கணும், அதே ஒரு கால்குலேஷன் எனக்கு சொல்லி தரேன். ஓகே, ஓகேவா? ஓகே, தேங்க்யூ. எல்லாம் உடனே தூக்கம் வரலையா? இல்ல, நான் ஒரு கிளாப் போடுங்க. இங்க சொல்லி கொடுத்த ஸ்பான்சரிங்கும், லெவலிங்கும், பூலிங்கும், இந்த 3 கமிஷன் தான் நமக்கு இருக்கு 7 யூனிவர்சிட்டியோடது. சரிதானே? അതിലെ ഫസ്റ്റ് കമ്മീഷൻ എവിടെ ഇருக்கு? 50%. നെക്സ്റ്റ് അടുത്ത കമ്മീഷൻ നമുക്ക് വരുമാനം എവിടെ கிடைக்கும்? അടുത്ത നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? 3%. ലെവലിംഗ് 30% കിട്ടോ? 10 ലെവൽ 3%. ഓക്കെ, 10 ലെവൽ 3%. 10 ലെവലിലേക്കാണ് കിട്ടുക. ഞാൻ പറയുന്നു 12 ലെവലിൽ കിട്ടും, 15 ലെവലിൽ കിട്ടും, 20 ലെവലിൽ കിട്ടും, 30 ലെവലിൽ കിട്ടും, ചിലപ്പോൾ 50 ലെവലിൽ വരയ്ക്ക് കിട്ടും. അതെങ്ങനെയാന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇൻകം
ഫുൾ ഇൻകം. എത്ര പെർസെന്റേജ്? 5%. 20. ഇത് 4 പിരിക്കുന്നു. 5-20 ഗാലക്സി പൂൾ, കോസ്മോസ് പൂൾ, യൂണിവേഴ്സൽ പൂൾ, Internal pool. എറ്റേണൽ പൂൾ. ഇത് വീക്കിലി പെൻഷൻ, മന്ത്ലി പെൻഷൻ. പെൻഷൻ നല്ല പൊടിക്കും എല്ലാവർക്കും ഇല്ല. നമുക്കാണെങ്കിൽ മാസം 1-ാം തീയതി കിട്ടുന്ന പെൻഷൻ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഏറ്റവും നല്ലൊരു ആ ടൈം വെയിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ ദിവസം വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വൺസ് നമ്മൾ അച്ചീവ് ചെയ്താൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയും എല്ലാ 1-ാം തീയതി കിട്ടും. എപ്പോഴാണ് കിട്ടുക? എല്ലാ ഞായറാഴ്ചയും എല്ലാ 1-ാം തീയതി. എത്ര മണിക്ക്? 2:30. ഓക്കെ, ബിന്ദുമാള പഠിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ആരും സൗണ്ട് വെളിയിൽ വന്നില്ല. കാരണം ആൾറെഡി അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതാണ് സമയം വരെ വെച്ചിരിക്കുന്നത്. ഓക്കെ, அந்த இன்கம் கிடைக்கிறவங்களுக்கு தெரியும் என்ன டேட் என்ன டைம் എല്ലാം അവங்களுக்கு தெரியும். ഓക്കെ, നമ്മളുടെ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞു, കേരളത്തിൽ വെളിയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും അതിന് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു ഡിജിറ്റൽ വേർഷനാണ്. ശരിയല്ലേ? കാലഘട്ടം മാറി. ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഞാനൊക്കെ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ മാനുവലായിട്ട് എഴുതിയിട്ടാണ്, ഫോമിൽ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സമയത്തായിരുന്നു ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രി വന്നിട്ടുള്ളത്. മാനുവലായിട്ട് എഴുതി ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ വിത്തിൻ ഞാൻ ജോയിൻ ചെയ്ത് എന്റെ ഈ 1000 സ്ലോട്ട് പൂർത്തിയാക്കിയത് ജനുവരി 1-ാം തീയതി 2:10 എത്ര? ഉച്ചക്ക് 2:10. 1-ാം തീയതി 2:10 ഞാൻ 450 സ്ലോട്ട് അടിച്ചത്. എനിക്ക് 2:30 യൂണിവേഴ്സൽ പൂൾ വന്നു. ഡീസെൻട്രലൈസ്ഡ് ആണ്, ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സിസ്റ്റമാണ്. അത് ക്രിയേറ്റ് ചെയ്ത് വിട്ടതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അതല്ല മാനുവൽ ആണെങ്കിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, എത്ര ഇൻകം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് വേണ്ടി വിട്ടു തരുകയാണ്. അപ്പൊ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അല്ലാതെ ചെക്ക് ചെയ്തതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ 2:10 ഐഡിയ അടിച്ചിട്ട് എനിക്ക് 2:30 എനിക്ക് യൂണിവേഴ്സൽ ഇൻകം. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പ്ലസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവരുടേതായ നീഡ്സിനനുസരിച്ച് നമുക്കിതിൽ എത്ര കിട്ടുന്നത് സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയാൻ പോവാണ്. சார் உங்களுக்கு உங்களோட நீட்ஸ்க்கு அதுக்கு கால்குலேஷன் பண்ணுங்க. நான் சிம்பிளா ഏറ്റവും ലോവസ്റ്റ് കാൽക്കുലേഷൻ பண்ணி தரேன். ஓகே, இதுல நம்மளை பொறுத்த வரைக்கும் நமக்கு எவ்வளவு லெவல்ல இங்க கிடைக்கும்? 10 லெவல்ல கிடைக்கும் இல்லையா? 2 4 8 16 32 64 128 256 256 1026 512 1024 2048 4096 எவ்வளவு ஆச்சு? 1 2 3 4 5 6 7 8 9 10 11 12 1 ഇയർ പ്ലാൻ എടുക്കാം നമുക്ക്. നമ്മുടെ പ്ലാൻ ഡ്രീംസ് 1 ഇയർ ഫെബ്രുവരി അല്ലേ? അടുത്ത ഫെബ്രുവരിക്കുള്ള നമ്മളുടെ ഇൻകം എത്ര വേണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ അത് അച്ചീവ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ്, ഹയസ്റ്റ് ആയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് എല്ലാം കൂടെ കൂട്ടിയാൽ 8190 മെമ്പേഴ്സ് വരും. എത്ര? 8190 മെമ്പേഴ്സ് വരും. നമുക്ക് ഇൻകം കിട്ടുക എന്ന് പറഞ്ഞത് എത്ര എவ்வளோ ലെവലിൽ നമുക്ക് ഇൻകം கிடைக்கும்? 10 ലെവലിൽ 10 ലെവലിനാ இவ்வளவுதான் வரும். 1024 இந்த கால்குலேஷன் தான் வரும். இது டோட்டலா கூட்டியா 2046 മെമ്പേഴ്സ് നമ്മളെയും കൂടെ ചേർത്തിയാൽ 2047. ഓക്കെ, ഇത്രയും ആളാണ് നമ്മുടെ ഒരു ട്രീയിൽ വരിക. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ആളെ ചേർക്കാൻ പറ്റും? ഈ പ്ലാൻ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞ ഒരാളെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, സുരേഷ് സാർ അതിനോടൊരു ഡെമോ കൊടുത്തിருக்கு இல்லையா? ഒരു ഡെമോ பண்ணியிருக்கீங்க ஆல்ரெடி பிரசன்டேஷன் பண்றதுக்கு. எல்லாரையும் നമ്മളെ പഠിപ്പിച്ചു.
ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 minutes ടൈം കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ ഈ പ്ലാൻ നമ്മൾ മറ്റുള്ളവരുടെ പുതിയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുന്ന എത്ര സമയം കൊണ്ട് നമുക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും? உங்களை பொறுத்த வரைக்கும் எத்தனை டைம்ல நீங்க ஒரு ஆளை இன்வைட் பண்ணி அவங்கள க்ளோஸ் பண்ண முடியும்? 1 day, 2 day, 1 week, 1 month എടുത്തില്ലാമാ? രണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം? ഒരു മാസം എടുക്കല്ലേ? 1 month. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാസം 4 ആള് അല്ലേ? 3, 8, 4, 16, 32, 64, 128, 256, 512, 1024, 10 മാസത്തില് ടോട്ടൽ 2046. നമുക്ക് 2000 ആളുടെ കണക്കെടുക്കാം അല്ലേ? നമുക്ക് 2000 ആളുടെ കണക്ക് വെച്ചെടുക്കാം. കണക്ക് കൂട്ടാൻ എളുപ്പത്തിലാട്ടോ. ഈ 46 കൂട്ടുമ്പോൾ പെർസെന്റേജ് കണക്ക് കൂട്ടുമ്പോൾ മിസ്റ്റേക്ക് വരും. மிஸ்டேக் வரக்கூடாதனால ரவுண்டா பண்ணிருக்கு. ஓகே, 2000 மெம்பர்ஸ்ல நீங்க எவ்வளவு பேரை நீங்க அறிமுகப்படுத்தி இருக்கு? மந்த்லி 2% அல்ல 2 இல்ல 2 மெம்பர்ஸ் அப்படிதானே? அவங்க டூப்ளிகேட் பண்ணியிருக்கு. 2 ஆளை நம்ம சேர்த்திட்டு அவர் எல்லாரும் ഓരോ മാസവും ഈ 2 പേരെ നമ്മളെ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ 12 മാസം കൊണ്ട് എത്ര പേരെ? 24 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ? 24 പേര്. ഇവര് ഒരു വർഷം കഴിഞ്ഞിട്ട്, ഞാൻ നാളെ കിട്ടുന്നല്ല, ഇവര് 5 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ഏൺ ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും ഡെയിലി $100, $50, $200, $300, $400, $500 വരയ്ക്കും இன்னைக்கு வாங்கிட்டு இருக்க மக்கள் இங்க இருக்கு. ലീഡേഴ്സ് ഉണ്ട് ഇവിടെ, ശരിയല്ലേ? ഇതൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ഇയറിലെ 24 പേര് നമ്മുടെ ഡയറക്റ്റ് സ്പോൺസർ. എത്ര പേര്? 24 പേര്. അതിന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന 10 പേരെ എടുത്തൂടെ അല്ലേ? 24-ലെ 10 പേരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 10 members. சார் ஆக்டிவா ஒர்க் பண்ற 10 பேர் இருக்குமா ஒரு வருஷத்துல? இப்பவே இருக்கு எல்லா டீம்லயும் 10 பேர் 5 பேர் எல்லாம் இப்பவே இருக்கு. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഒരു വർഷത്തില് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഓരോരുത്തരുടെയും ബിസിനസ് അവരവരുടെ ബിസിനസ് ആണ്, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സും അങ്ങനെ 10 പേര് നമ്മുടെ ടീമിലുണ്ടാവും. എത്ര പേര്? 10 പേര്. അവർ ഒരു വർഷം കഴിഞ്ഞ്, നമ്മുടെ ഒരു വർഷത്തെ പ്ലാനാണ്. നിങ്ങളുടെ ഇടയിൽ 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ നേടിയിട്ടുണ്ടാവും. ഒരു വർഷം കഴിഞ്ഞ് ഒരു മാസത്തിൽ എത്ര? ആ മാസത്തിൽ 13-ാമത്തെ മാസത്തിൽ അല്ലെങ്കിൽ 12-ാമത്തെ മാസത്തിൽ അതിൽ റീടോപ്പ് അപ്പ് ചെയ്യും. എവിടെ புரியுதா உங்களுக்கு சார்? 12வது மாசம் உங்களுக்கு உங்களோட டீம் மெம்பர்ஸ் 24 மெம்பர்ஸ்ல 10 மெம்பர்ஸ் வந்து ரீடாப் அப் பண்ணும்போது உங்களுக்கு எவ்வளவு கிடைக்கும்? 50% ஸ்பான்சரிங் கிடைக்கும். எவ்வளவு இருக்கு? 50%. ஒரு ஆளில் இருந்து எவ்வளவு கிடைக்கும்? 500. ஒரு ஆளில் இருந்து எത്ര കിട്ടാ? നമുക്ക് $500. ഒരു സ്പോൺസർ അവർ റീടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു മാസം കൊണ്ട് 2 പ്രാവശ്യം റീടോപ്പ് അപ്പ് ചെയ്തു. എത്ര? ഞാൻ ഈ ഒരു മാസം കൊണ്ട് 2 പ്രാവശ്യം റീടോപ്പ് അപ്പ് ചെയ്തു. അപ്പൊ എന്റെ സ്പോൺസർക്ക് എന്ത് കിട്ടും? 2 പ്രാവശ്യം ഇപ്പൊ $500 കിട്ടി. ഞാൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് മാസമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കാൽക്കുലേഷൻ. അങ്ങനെയെങ്കിൽ 10 ആൾ ചെയ്യുമ്പോ എത്രയും ഇൻറ്റു 10 $5000 പെർ മന്ത് കാൽക്കുലേഷൻ പണിയില്ലാമോ? മാസത്തെ കൂട്ടാറല്ലേ? ഇത് അന്ന് ദിവസം നടക്കുന്ന ദിവസം അന്നെ കിട്ടും. എങ്കിലും മന്ത്ലി കാൽക്കുലേഷൻ പ്ലസ് $5000, 5 ലക്ഷം രൂപ ഇന്ത്യൻ മണി. ഓക്കെ, ആവറേജ്. புரியுது சார்? ஓகே, 10 பேர் மட்டும்தான் நம்ம டீம்ல. எவ்வளவு மெம்பர்ஸ் இருக்கு? எவ்வளவு மெம்பர்ஸ் இருக்கு? 2000 மெம்பர்ஸ் இருக்கு சார். இந்த சிஸ்டம் படி
எல்லாருக்கும் ஆர்ட் ஆஃப் லிவிங் தானே சுரேஷ் சார் அப்படி தானே சொல்லி கொடுத்தது. இது சுரேஷ் சார் தானே. அவங்களுக்கு இப்ப ரஞ்சித்தோட 25 மெம்பர்ஸ், உன்னி சார் வந்து 20 மெம்பர்ஸுக்குள்ள இப்போ ஸ்பான்சர் பண்ணியிருக்கு. நான் வந்து 10 மெம்பர்ஸ் மேல பண்ணியிருக்கு. ஆனா ஒர்க் பண்ண மெம்பர்ஸ் 2 and 3 4 மெம்பர்ஸ் தான் இருக்கு. 3 ആളോ 4 ആളാണ് എന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉള്ളത്. ഈ 10 പേരില് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2000 മെമ്പേഴ്സില് ഒരു 10% എടുക്കാമോ? അല്ല 5% എടുക്കാമോ? എത്ര എടുക്കാം? എല്ലാവരും വർക്ക് ചെയ്യും. കാരണം നമ്മളുടെ ടീമിൽ വരുന്ന ആർട്ട് ഓഫ് ലിവിംഗ് സിസ്റ്റമാണ്. രണ്ടാമത് 2 പേര് முதல்ல കൊടുത്താ அதுக்கு പിന്നെ 10 പേര് இருக்கும்போது അവർക്ക് കീഴെ തന്നെ പോടാൻ முடியும். നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 പേരുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ആരാദ്യം കയറി നിന്നിട്ടുണ്ടോ അവർക്ക് താഴെ നമുക്ക് സ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻകം കിട്ടും. ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും എന്നുള്ളത്, നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളത് ഇവിടെ പറഞ്ഞു തന്നു. പക്ഷെ அப்படி சொல்லக்கூடாது. இது வர்க்கிங் பிளான், அப்படிதான் சொல்லணும். வர்க்கிங் பிளான் அப்படிதான் சொல்லணும். ஆனா சும்மா இருந்து காசு வாங்குறதுக்கு இங்க யாரும் நமக்கு தேவையில்லை. எல்லாரும் ஒர்க் பண்ணி ஆகும். ஆனா காசு கிடைக்கும் போது ஆட்டோமேட்டிக்கா വർക്ക് പണ്ണും. ആരാണെങ്കിലും വേണ്ടില്ല, നമുക്ക് വരുമാനം വന്നു തുടങ്ങിയാൽ. ജേക്കബ് സാറൊക്കെ അങ്ങനെ വന്നു. ഒരു മാസം കഴിഞ്ഞാണ് അറിഞ്ഞത് എനിക്ക് എന്റെ ഇട്ടങ്ങോട്ട് മുഴുവൻ വന്നു. അതിന്റെ 3x ആയി എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജേക്കബ് സാർ. കാരണം ഉണ്ണി സാർ പോയി പറഞ്ഞു, ബിസിനസ് കൊടുത്തു, വന്ന് കാശ് വന്നു തുടങ്ങിയപ്പോൾ എന്റെ കാശിന്റെ വരുന്ന ഉണ്ണി തിരിച്ചു വിളിച്ചു. ഇപ്പൊ ഫുൾ 100% ലൈവായി. അതാണ് സിസ്റ്റം. എനിക്കിപ്പോ ഒരു കവള വന്നു. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഇപ്പൊ ഈ സമയത്ത് എന്റെ അടുത്ത് എന്നെ ഒരു ഫോൺ വന്നിട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചത്. ഞാൻ ഇതേപോലെ പറഞ്ഞ സമയത്ത് ഒരാൾ ജോയിൻ ചെയ്തു. എന്റെ ഇമ്മീഡിയറ്റ് ഒരാൾ $1000 അടിച്ചു. അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് $1500 കവിഞ്ഞു. $1500 മൂന്നാമതായിട്ട് ജോയിൻ ചെയ്ത ആളാണ്. പക്ഷെ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അയാൾ $1000. ஓகே. ஆனா உங்களுக்கு புரியுதா? என்னுடைய இம்மிடியட்டா மூணாவது வந்து ஜாயின் பண்ண ஆளுக்கு கிடைச்ச இன்கம் ஒண்ணுமே பண்ணல அவங்க. சொன்ன உடனே போட்டாச்சு, அவ்வளவுதான். $1000 போட்டாச்சு. அதுக்கு கீழே நான் ஒர்க் பண்ண என்னோட மற்ற டீமோட இன்கம் கிடைச்சது 1500 இன்னைக்கு தாண்டி போயிடுச்சு. ஆனா இப்ப கோல் வந்துருச்சுன்னா டாலர் வந்திருக்கும். அது சார் டாலர் வந்திருக்கு, நீங்க எடுத்துருங்க, காசு வருங்க. அதுக்குதான் கால் பண்றது. மீட்டிங் முடிச்சு பண்ணி கொடுத்துடலாம், பிரச்சனை இல்லை. ஓகே. அப்ப அந்த மாதிரி வாய்ப்பு இருக்குது. அதனால நம்ம 3வது ஆளும் 4வது വന്നാലും 5வது വരുന്ന ആള് 6வது വരുന്ന ആള് ഇങ്ങനെ ആർട്ട് ഓഫ് ലിവിംഗ് സിസ്റ്റത്തിൽ ഇത് പോകുള്ളൂ. നമുക്കത് കിട്ടും. ആദ്യം ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇതിന്റെ വരുമാനം കിട്ടിയേ തീരൂ. അങ്ങനെയാകുമ്പോൾ അവരെല്ലാവരും ലൈവ് ആവില്ലേ? ലൈവ് ആവും. എല്ലാവർക്കും പണം കിട്ടുമ്പോൾ ലൈവ് ആവും. നമ്മുടെ ജേക്കബ് സാറിനെ പോലെ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ 2000 മെമ്പേഴ്സിലെ നമുക്ക് എത്ര പെർസെന്റേജ് എടുക്കാം? 100% വർക്കിംഗ് ആണ്. എത്ര പെർസെന്റേജ് എടുക്കാം? 10%. ഓക്കെ. 10%, 2000-ഓട് 10% ഇൻറ്റു 10%, 200 മെമ്പേഴ്സ് எவ்வளவு இருக்கு சார்? 200. 2000-ஓட 10% எத்தனை நாள் முடிச்சு? 1 இயர். புரியுதா? 10 மாசம் தாண்டி அதுக்கப்புறம் தான் நம்ம அதை கால்குலேஷன் பண்ண போறோம். அதுக்கப்புறம் உங்களுக்கு எவ்வளவு கிடைக்குதுன்னு நம்ம கால்குலேஷன் பண்ண போறோம். ഓക്കെ. മനസ്സിലായോ? നമ്മൾ 1 വർഷത്തെ പ്ലാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും അറ്റ്ലീസ്റ്റ് ഒരു കഴിവില്ലാതെ വളരെ സ്ലോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് പോലും 7 യൂണിവേഴ്സിൽ നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 200 പേര് ഒരു ദിവസം ടോപ്പ് അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പരിചയമുള്ള ആള് 10 പേര് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവര്. നമ്മളെ 24 പേരെ സ്പോൺസർ ചെയ്തു. അതിലെ 10 പേര് ആക്റ്റീവ് ആണ്. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വന്നവര്, നമ്മുടെ അപ്ലൈ മുഖാന്തരം വന്ന ആൾക്കാർ എല്ലാവരും കൂടെ 2000 പേരുണ്ട്. അതിൽ 200 പേരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അവര് ആക്റ്റീവാണ്. 200 പേര് ലൈവാണ്, ഫുൾ ലൈവാണ്. അങ്ങനെയെങ്കിൽ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടും? $30. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും.
200 into 30, 200 into 30, எவ்வளவு ஆச்சு சார்? 6,000. $6,000 எவ்வளவு ஆச்சு? 6 லட்சம் ரூபாய். இது ரெண்டும் சேர்த்து எவ்வளவு ஆச்சு? எவ்வளவு? $11,000, 11 lakhs rupees per month. എவ்வளോ? ഒരു മാസം നിങ്ങളുടെ വരുമാനം 11 ലക്ഷം രൂപ. മയക്കം വരുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെട്ടോ? ഈ പറഞ്ഞ കാൽക്കുലേഷൻ മനസ്സിലായോ? നാളെ കിട്ടുന്നല്ല പറഞ്ഞത്. യെസ്, നമുക്ക് 2000 മെമ്പേഴ്സ് ഇന്ന് വന്ന് ഒരു മാസം ആയതിനു ശേഷം ഒരു മാസം ജോയിൻ ചെയ്ത ആൾക്കാര് താഴെ 300, 400, 500 പേര് ഇപ്പൊ ടീമിലുണ്ട്. എത്ര? ഒരു മാസമായിട്ടുള്ളൂ. 300 പേര്, 400 പേര്, 500 പേര് ടീമിലുള്ള മെമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 10 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന അടുത്ത മാസത്തെ വരുമാനമാണ് 11 lakhs, $11,000. പുരിയില്ല സാർ? 11 lakhs INR per month. 10 ലക്ഷം കാൽക്കുലേഷൻ பண்ணோம். அரௌண்ட் 10 lakhs பண்ணலாமா? நெக்ஸ்ட், இது ஒரு மாசம் தாண்டி 2 மாசம் தாண்டி ஒரு 3 மாசம் தாண்டும் போது உங்களோட கால்குலேஷன் எவ்வளவு இருக்கும்? இதோட கால்குலேഷൻ എവിടെ இருக்கும்? നമ്മുടെ വരുമാനം 10 മാസം കഴിഞ്ഞ് 11ാമത്തെ മാസം, 12ാമത്തെ മാസം, അത് കഴിഞ്ഞ് അടുത്ത മാസം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. എത്രയാണെന്നുള്ള ഇമാജിൻ ചെയ്യേണ്ടത്. ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് 10% മാത്രമാണ്. ഇതിൽ എങ്ങനെ പോയാലും 30%, 40% ആക്റ്റീവ് ആയിരിക്കും. 30%, 40% ആക്റ്റീവ് ആയിരിക്കും. എത്ര വളരെ മടിയനായ ഒരാളാണെങ്കിലും ഇതിൽ 30-40% ആക്റ്റീവ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയണെങ്കിൽ 70% ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ അത്രയൊന്നും പോകണ്ട. ഇത് കഴിഞ്ഞുള്ള ഒരു വർഷത്തെ ഇൻകം എത്ര? ഒരു 10 മാസത്തെ ഇത് കൂട്ടി 10 ലക്ഷം ആണെങ്കിലും പിന്നെ അടുത്ത വർഷത്തെ നിങ്ങളുടെ ഇൻകം എത്ര? എത്രയായി? 10 ദിവസം കൊണ്ട് എത്രയായി? 10 ലക്ഷത്തിൽ 10 ദിവസം കൊണ്ടെങ്കിൽ എത്രയായി? 1 CR, $1 lakh. ഇത് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് 13ാമത്തെ മാസത്തിലും 14ാമത്തെ മാസത്തിലും നിങ്ങൾ നമ്മൾ മന്ത്ലി കണക്ക് കൂട്ടിയത് 10 ദിവസത്തിൽ ഒരു ദിവസം അടിക്കും. എത്ര? 10 ദിവസത്തിൽ ഒരു ദിവസം $1 lakh അടിക്കും. 10 ദിവസത്തില് இது possible. உங்க நினைக்கிற மாதிரி அல்ல. நீங்க வேண்டாம்னு சொன்னாலும் உங்களுக்கு வந்துட்டு இருக்கும். நீங்க என்ன பண்ணாலும் உங்க வாழ்க்கைக்கு டாலர் வந்துட்டே இருக்கும், ஏறிட்டே இருக்கும். എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും നിർത്താൻ പറ്റില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇത് ഇത്രയും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 7 പാക്കേജ് എടുത്ത് വെച്ചാൽ മതിയോ? ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? 3 നിങ്ങൾക്ക് മാക്സിമം കിട്ടിയ 3x 1000 ഇട്ടവർക്ക് ശരിയല്ലേ? ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് ചില സമയത്ത് മണിക്കൂറിൽ നിങ്ങൾ റീടോപ്പ് ചെയ്യണം. ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് റീടോപ്പ് ചെയ്യണം. ഓരോ 1 hour ആകുമ്പോഴും நீங்க உங்க மொபைல்ல வாலெட்ல இந்த 7 யூனிவர்ஸ் ஐடி ஓபன் பண்ணி செக் பண்ணி ரீடாப் பண்ண வேண்டியிருக்கும். அப்பதான் கிடைக்கும். எல்லாமே சும்மா இருந்தா கிடைக்க மாட்டாது. ஓகே, நீங்க தெளிவா இருக்கணும். ഓക്കെ, ഇത് ഞാൻ പറയുന്നു. ഈ ഒരു കാൽക്കുലേഷൻ 6 മാസം കഴിഞ്ഞാൽ ഇത് 10 ദിവസം നടക്കും. 6 മാസം കഴിഞ്ഞാൽ 10 ദിവസം നടക്കും. 6 മാസം കഴിഞ്ഞാൽ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിന്റെ ഡെപ്തിലേക്ക് കൂടുതൽ പറഞ്ഞാൽ சார் கன்ஃபியூஷன் ஆகும் அப்படின்னு சொல்லக்கூடாது சார். ஆல்ரெடி சுரேஷ் சார் சொல்லியிருக்கு சார்.
ഇത് ഈ ഒരു കാൽക്കുലേഷനിൽ 7 യൂണിവേഴ്സിൽ മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും എന്തായാലും ശരി 1 ഇയറിലെ 3 to 5 CR எல்லாரும் வெற்றி சார் வந்து 3 to CR வந்து கண்டிப்பா நீங்க வந்து ஏர்ன் பண்ணி இருக்கும். அதான் 7 யூனிவர்சல் பவர். நான் சொல்ல போறது வேற ஒண்ணும் இல்ல. நான் இதுல வந்து 6 மாசம் முடியறதுக்கு அப்புறம் என்னுடைய கால்குலேஷன்ல நான் வந்து மந்த்லி ஒன்ஸ் $1 lakh $1 lakh னா 1 CR மந்த்லி ஒன்ஸ் 1 CR ഒരു മാസത്തിൽ 1 CR അടിക്കാൻ പറ്റുന്ന പ്ലാനാണ് 7 യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലാൻ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ കറക്റ്റ് ആയിട്ട് എഴുതി അതിന് എത്ര വേണം എങ്ങനെ വേണം എന്ത് ചെയ്താൽ കിട്ടുന്നുള്ളത് നിങ്ങൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനത് ഇവിടെ പറയുന്നില്ല. ஓகே நான் இவ்வளவு சொல்ல மாட்டேன். ஆனா நான் இப்போ வந்து நீங்க உங்களுக்கு அட்லீஸ்ட் லாஸ்ட் ஒரு மாசத்துல எவ்வளவு ஒரு வருஷத்துல வந்து அடுத்த முடியும் போது നിങ്ങൾക്ക് ஒரு வருஷத்துல எவ்வளவு கிடைக்குதா சொல்லி கொடுத்திருக்கு. ஆனா இது வந்து நம்ம 6 மாசத்துல எடுக்கலாம் 3 மாசத்துல எடுக்கலாம் 1 மந்த்ல கூட நம்ம ஏர்ன் பண்ணிக்கலாம். அந்த மாதிரி ஒரு பிளான் 7 யூனிவர்ஸ். இதுல வந்து என்னுடைய எய்ம் என்னுடைய ட்ரீம்ஸ்க்காக நான் பண்ணி இப்ப பிளான் பண்ணி இருக்கிறது 1 மந்த்ல 1 CR அடிக்கணும் 1 மந்த்ல 1 CR அடிக்கணும். அந்த மாதிரி நான் பிளான் பண்ணி போட்டிருக்கு. அதோட வர்க் நடந்துட்டு இருக்கு. இவங்க சொன்ன மாதிரி நம்ம தங்க கட்டி கொடுத்தா போட முடியுமா? அதுக்கு பிளான் பண்ணணும். அது நகையா மாத்தணும். அதுக்கு വേല ഇருக்கு இல்லையா? സേം അതേ மாதிரி നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കണം. വർക്ക് പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ ഡ്രീം സെറ്റ് ചെയ്യണം. உங்களை பொறுத்த வரைக்கும் உங்களுக்கு எவ்வளவு தேவை இருக்கோ அதுக்கு தகுந்த மாதிரி நீங்க பிளான் பண்ணணும். எத்தனை மாசத்துல எத்தனை CR எத்தனை டாலர் உங்களுக்கு தேவையோ அதுக்கு தகுந்த மாதிரி நீங்க பிளான் பண்ணதான் உங்களுக்கு கிடைக்கும். ஆனா சப்போர்ட் பண்றதுக்கு இங்க டீம் இருக்கு, லீடர்ஸ் இருக்கு. இந்த மாதிரி நம்ம இதுல நம்ம மந்த்லி ஒன்ஸ் நம்ம இந்த மாதிரி ஒரு ட்ரைனிங் வச்சிருக்கோம். எல்லா மாசத்துல நம்ம அது பிளான் பண்ணலாம். உங்களுக்கு உங்க இடத்துல மீட்டிங் போடலாம். மீட்டிங் பண்ற மாதிரி இருந்தா நீங்க பிளான் பண்ணணும். இது யாரோட பிசினஸ்? நம்ம பிசினஸ். உங்களோட பிசினஸ், நம்மளோட பிസിനസ്. നമ്മളെ ഇത് ചെയ്യണം. അതിന് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മളുടെ ബിസിനസ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അതിന്റെ ഒരു പ്ലാനിങ് നടത്തിയാൽ ഈ പറയുന്ന ഇൻകം ഞാൻ പറയുന്നു നമ്മൾ 1 വർഷത്തെ കണക്കാണ് എടുത്തിരിക്കുന്നത്. വിത്തിൻ 6 മാസത്തിൽ നമ്മൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഈ വേദിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന 7 യൂണിവേഴ്സിനും നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് വിജയാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.